ഇനി നമുക്ക് പിടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നിൽക്കാൻ പാകത്തിന് നമ്മൾ കീറി. ജംഗിൾ ട്രാവലറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഫുഡ് പ്രിപ്പറേഷനുള്ള സാധനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്ത് അതിഥികൾ വന്നാലും പള്ളിപ്പെരുന്നാൾ വന്നാലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ് പിടി. പിടിയുടെ കൂടെ നല്ല നാടൻ കോഴിക്കറിയുണ്ട്. പിടിയുടെ ഇന്നത്തെ എല്ലാ പരിപാടികളും ചെയ്യുന്നത് നമ്മുടെ ബീച്ചേട്ടനാണ്. ബീച്ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. പിടിക്കുള്ള അരിപ്പൊടി നമ്മൾ ഇതേപോലെ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുഴച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ചിരണ്ടിയതും ജീരകം പൊടിച്ചോടും കൂടി അരിപ്പൊടിയിൽ നല്ല രീതിക്ക് മിക്സ് ചെയ്തതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ച് ഈ ഒരു പരുവത്തിൽ പൊടി നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിത് ഉരുട്ടണം. ഏകദേശം 3 കിലോ മേളിലുണ്ട് ഇത് അല്ലേ ചേട്ടാ? 3 കിലോ. ഇത് നമ്മൾ പേപ്പർ ഇട്ടതിൻ്റെ മേളിൽ ഇങ്ങനെ കുറച്ച് അരിപ്പൊടി വിതറി കൊടുക്കും. വേറെ നല്ല നമ്മളിത് വിട്ട് പോരാൻ വേണ്ടി. ഇത് നമ്മൾ പിടി കുഴയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഉരുട്ടുക. അതെ, പിടി കുഴയ്ക്കല്ല, ഉരുട്ടുകയുള്ളൂ അല്ലേ. ഇതിങ്ങനെ ഓരോ കഷ്ണം എടുത്തിട്ട് നമ്മളിങ്ങനെ ഉരുട്ടും. ഇത് നല്ല പണിയാട്ടോ. ഇതാണ് ഇതിൻ്റെ പണി എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പണി. പിടിക്ക് ഏറ്റവും പാട് ഉരുട്ടലാണ്. കഴിക്കാൻ സുഖമാണ്, കഴിക്കാൻ അടിപൊളി, കഴിക്കാൻ എളുപ്പമാണ്. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. അതാണല്ലോ വിശേഷ ദിവസങ്ങൾ മാത്രം ഉണ്ടാക്കണേ. അല്ലെങ്കിൽ എല്ലാ ദിവസം രാവിലെ ഉണ്ടാക്കുമല്ലോ. പിടി തിന്നാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടോ നമ്മുടെ നാട്ടിൽ? പലതരം കറികൾ നമുക്ക് ഉപയോഗിക്കാം അല്ലേ വെച്ചിട്ടാ? കോഴി കറി ആണ് അതിൻ്റെ കോമ്പിനേഷൻ. നാടൻ കോഴിക്കറിയാണ്, പക്ഷേ എല്ലുകറിയാണ് അതിൻ്റെ ടോപ്പ്. നമുക്കൊരു ദിവസം ശരിക്കും ഒരു ദിവസം നമുക്ക് ഇതേപോലെ നല്ല സുന്ദരനാക്കി ഉരുട്ടി ഞാൻ കൊടുക്കണം. ഈ മാവിൽ ഒരു 3 തേങ്ങയെങ്കിലും ചേർക്കണം. 3 കിലോ മാവുണ്ടെങ്കിൽ 3 തേങ്ങയെങ്കിലും നമുക്ക് ഏറ്റവും കുറഞ്ഞത് ചേർക്കണം. തേങ്ങ ചിരണ്ടി. തേങ്ങയാണ് ഇവൻ്റെ ടേസ്റ്റ്. ജീരകം, തേങ്ങ. ഇതേ നമ്മൾ പിടിയെല്ലാം ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മേളിൽ ഇച്ചിരി അരിപ്പൊടി നമ്മൾ വിതറി കൊടുക്കും. വേറെ നല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി ജോയിൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ്. ഇതുണ്ട് ഇതേപോലെ ബോളായിട്ട് നല്ല അടിപൊളിയായിട്ട് പിടി ഉരുട്ടി സെറ്റാക്കി ഉണ്ട്. നമ്മളിനിത് പിടി റെഡിയാക്കണ വീഡിയോയിലേക്ക് പോവാം. അടുപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. പിടിയെല്ലാം ഉരുട്ടി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പിടി ഉണ്ടാക്കാൻ പോവാണ്. അതിന് നമ്മൾ ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കണം. നമ്മൾ നാച്ചുറൽ വാട്ടർ കേട്ടോ. മൂന്ന് കിലോ അരിക്കുള്ള പിടിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 ലിറ്റർ വെള്ളം നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ വെള്ളത്തിനകത്ത് ഏകദേശം ചൂടായി കഴിയുമ്പോൾ ഇത് ജീരകവും വെളുത്തുള്ളിയും ഇങ്ങനെ കൂടി അരച്ചതാണ്. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ഇത്തിരി ഉപ്പ് ഇതിനകത്ത് ചേർക്കണം കേട്ടോ. ഒരു പാകത്തിനുള്ള ഉപ്പ്. 3 ലിറ്റർ വെള്ളമാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക. ആവശ്യത്തിന് പിടിയുടെ കൂടെ കഴിക്കാനുള്ള ചിക്കൻ കറി നമ്മളിവിടെ റെഡിയാക്കാൻ പോകണം. നമ്മൾ ബാക്കി അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റായി ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇന്ന് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അതുപോലെ ബാക്കിയുള്ള സാധനങ്ങൾ ബീച്ചട്ടും ചേർത്തോ. സവോള ഇട്ടോ. സവോള ബാക്കിയുള്ള സവോള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി പേസ്റ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ പേസ്റ്റിന് മുമ്പായിട്ട് നമ്മൾ ചേർക്കുമ്പോൾ സവോളയ്ക്ക് ഗ്രേവിക്ക് ഇതാവാൻ വേണ്ടിയിട്ടാണ് അല്പം ഉപ്പ് ചേർക്കുകയാണ്. സവോളയ്ക്കുള്ള ഇതിനായിട്ട് സവോള ഒന്ന്
ശരിക്ക് വറന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർക്കാം. പിടിക്കുള്ള വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചു. ഇനി നമുക്ക് പിടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. തവിയണോ? പേപ്പർ വേണോ? അത് ശരിക്കും ഇളക്കി കൊടുക്കുകയാണ്. ആ വെള്ളം അടിക്ക് പിടിക്കാതെ ശരിക്കും ഇളക്കി കൊടുക്കണം. ഏകദേശം പകുതി വേവായി, നല്ല കുഴകുഴാന്നായിട്ടുണ്ട്, നല്ല തിക്ക് ഗ്രേവിയായി. ഇനി ഏകദേശം ഒരു 10 മിനിറ്റോടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പിടി റെഡിയാവും. അപ്പോൾ ഇത് നമ്മുടെ കോഴിയുടെ ബാക്കി മസാലയും കാര്യങ്ങളെല്ലാം റെഡിയായി. തക്കാളി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. മല്ലിപ്പൊടി ചേർക്കണം, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, 2 തേങ്ങയുടെ പാലാണ് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ മിക്സ് വെച്ചിട്ട് ശരിക്ക് നമ്മൾ വെള്ളം വേറെ ചേർക്കുന്നില്ല, തേങ്ങാപ്പാൽ മാത്രമാണ് ചേർക്കുന്നത്. ഗ്രേവി നല്ല അടിപൊളിയായിട്ട് തിളച്ച് മറയണ്ട. അതിനകത്തേക്ക് നമ്മളിത് കഴുകി വൃത്തിയാക്കി വെച്ച് അങ്ങനെ ചിക്കൻ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത്ര ചിക്കനോട് ചിക്കൻ ഇട്ടുള്ളൂ. വെള്ളം ചേർക്കണ്ടേ? തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് കുറച്ച് വെള്ളം നമ്മൾ ചേർക്കുന്നുള്ളൂ. നാടൻ കോഴി ആയതുകൊണ്ട് വേവാൻ ഇച്ചിരി താമസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. ഇതിൻ്റെ തേങ്ങാപ്പാൽ തന്നെ, ബ്രോയിലർ കോഴിയൊക്കെ ആണെങ്കിൽ തേങ്ങാപ്പാൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ പിടി എന്തായി നോക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അതുകൊണ്ട് നിർത്താതെ കുറേ സമയം ഇളക്കി കൊടുക്കണം. ഇതിനെ ശരിക്കും ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിടിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം തെന്നി വീട്ടിൽ വീച്ചേട്ടാ. എന്നാ വീച്ചേട്ടാ? കറുവയുടെ ഇലയാണ്. ഇവിടെ കറുവപ്പട്ട ചേർക്കുന്ന പോലെ തന്നെ അതിൻ്റെ ഇല നമ്മൾ ഈ കാട്ടിൽ തന്നെ നമ്മൾ ഇല കാണിച്ചേ. നല്ല ഫ്രഷ് ഇലയാട്ടോ, നല്ല സ്മെല്ലുണ്ട്. എൻ്റെ സ്മെല്ല് അടിപൊളി. എന്നാൽ പിന്നെ ആ വെളിച്ചെണ്ണ അപ്പുറത്ത് ലെവൽ ചെയ്താൽ അപ്പോൾ പിടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി കഴിച്ചു നോക്കണം. ചിക്കൻ കറി റെഡിയാണ്. അത് കഴിക്കാനുള്ള ഇലയും കാര്യങ്ങളും ഇവിടെ വെട്ടിച്ചിട്ടുണ്ട്. നമുക്കിന്ന് കഴിക്കാൻ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ഫാമിലെ സൂപ്പർവൈസർ മോഹൻചേട്ടനാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അദ്ദേഹം കൂടി നമ്മളിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കും. എന്തായാലും നമുക്ക് ഫുഡ് ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ബീ ചേട്ടാ, നമുക്ക് ചിക്കൻ കറി എടുത്തോട്ടാ. ചിക്കൻ കറി അതിനകത്ത് ചോദിക്കാം, ചുറ്റിനുള്ളത് ചിക്കൻ കറിയൊക്കെ നല്ല നാച്ചുറൽ ഇലയൊക്കെ ഇട്ട് നല്ല കുഴമ്പൻ രീതിയായിട്ടുണ്ട്. അതുണ്ടോ? തനി നാടൻ ഫുഡ്, തനി നാടൻ ചിക്കൻ കറി. ഒത്തിരി ഫ്ലേവറുകളൊന്നുമില്ല, എന്നാൽ നമ്മുടെ ഇവിടെ നിന്ന് കിട്ടിയ ഇലകളൊക്കെ ഇട്ട ഫ്ലേവർ. പിടി വെള്ളമൊക്കെ പറ്റി നല്ല തിക്കായിട്ടോ.
ചിക്കൻ കറി. നല്ല നാടൻ പിടിയും സൂപ്പർ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിച്ചു നോക്കാൻ പോകണം. മോഹൻ ചേട്ടാ കഴിച്ചു നോക്കൂ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിന് തന്നെ നമുക്ക് പിടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിടിയാണല്ലോ നമ്മുടെ മെയിൻ ഫേവറേറ്റ്. ചിക്കൻ്റെ ഗ്രേവി കൂട്ടി അങ്ങ് പിടിച്ചു. പിടി എന്തായാലും ചിക്കൻ്റെ ഗ്രേവി കൂട്ടി കഴിയുമ്പോൾ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പിടി നല്ല പിടി ജീരകത്തിന്റെ ഒക്കെ ടേസ്റ്റ് നല്ല എടുത്ത് കയറിയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ചിക്കൻ്റെ ഗ്രേവി കൂട്ടി പറഞ്ഞ് അടിച്ചു നോക്കാം. ചിക്കൻ സൂപ്പറായുണ്ട്. ആ ഇല ഇപ്പൊ തന്നെ നാച്ചുറലായിട്ട് ഇലയുടെ ടേസ്റ്റ് നല്ല എടുത്തു പറയാനുണ്ട്. അതാണ് നമുക്ക് നമ്മൾ ഇവിടുന്ന് പ്രകൃതി ഇതായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു ഗ്രേവി പിടിയും കൂടെ ഇങ്ങനെ കൂട്ടിയാണ് പിടിച്ചാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാട്ടോ. പിടിയും കോഴിക്കറി ആ കോഴിയുടെ ഗ്രേവിയും കൂടെ കൂട്ടി അങ്ങ് പിടിക്കുമ്പോഴല്ലോ പിടി വേറെ ഒരു ലെവലാ. നല്ല ചൂട്. പെർഫെക്റ്റ്. ഓക്കെ, ഈ ഗ്രേവി കിട്ടി ഇങ്ങനെ ഇളക്കി നല്ല ചൂടൻ പിടിയും ചൂടൻ ഇറച്ചിക്കറിയുടെ കൂടി ഇങ്ങനെ പിടിച്ചിട്ട് ഒരു പിടുത്തം പിടിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇന്നത്തെ പിടിയും കോഴിക്കറിയും സൂപ്പറായിരുന്നു. നമ്മളിനി അടുത്തതും ഇതേപോലെ ട്രഡീഷണൽ നാട്ടിൻപുറത്തെ അടിപൊളി ഒരു ഫുഡ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ. എല്ലാവരും ബൈ. മൊത്തം പിടിക്കുന്നില്ല, മൊത്തം മുറിക്കുന്നില്ല. നല്ലതായിട്ട് ഇങ്ങനെ നിൽക്കാൻ പാകത്തിന് നമ്മൾ കീറി പുഴുങ്ങിയെടുക്കുക.